ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിയ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ് 9 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചേഴ്സ് ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ എടുക്കാനാണ്. നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ ടെക്സ്റ്റിൽ പോയിട്ട് കുത്തി പറയാനൊന്നും പോകുന്നില്ല. നമുക്ക് ചെറിയ ചെറിയ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് മാംഗോസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിടുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ എന്തിനാ മാംഗോ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ. ഈ മാംഗോയുടെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മളിങ്ങനെ ആലോചിക്കണം. നമ്മൾ കഴിക്കുന്ന ഒരു സാധനമല്ലേ, അപ്പം നമ്മളിങ്ങനെ ആലോചിക്കണം. ജസ്റ്റ് നമ്മളിങ്ങനെ രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഇങ്ങനെ ആലോചിക്കുക. ഇപ്പം ഇന്ന് ഞാൻ കഴിച്ച മാംഗോൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക? അപ്പം നമുക്ക് നല്ല ക്യൂരിയോസിറ്റി ആവും അറിയാൻ. അപ്പോൾ ഇതേമാതിരി ഒരു സയൻറ്റിസ്റ്റിനും ക്യൂരിയോസിറ്റി ഉണ്ടായതുകൊണ്ടാവാം നമുക്ക് ഈ മാംഗോൻ്റെ ഉള്ളിൽ എന്താണെന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മാംഗോയുടെ ഉള്ളിൽ എന്താണെന്നൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നതെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു മാംഗോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? അതിൻ്റെ ഉള്ളിൽ അണ്ടിയായിരിക്കും. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? എന്തായാലും ഏറ്റവും അവസാനം വരുന്ന ആൾ ആറ്റം ആയിരിക്കും. അത് ഞാൻ പറയാം. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുറച്ച് അടുത്തായിട്ട് വരുന്ന ആളാണ് മോളിക്യൂള്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു മാംഗോയുടെ ഉള്ളിൽ എന്തായാലും മോളിക്യൂൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ആയിരിക്കും ആറ്റം ഉണ്ടാവുക. ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ആളായിരിക്കും ആറ്റം. ഓക്കെ, ഇപ്പം ഞാൻ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മാംഗോസ് കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ അതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മാംഗോസ് കൊണ്ടുവന്ന് തന്നത്. മാംഗോ മാത്രമല്ല, ഇപ്പം എൻ്റെ ഉള്ളിലടക്കം ഏറ്റവും ഉള്ളിലെ ആറ്റംസ് ആയിരിക്കും. നമ്മൾ പഠിക്കാൻ എന്താ പോകുന്നത്? സ്ട്രക്ചേഴ്സ് ഓഫ് ആറ്റംസ്. ആറ്റംസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിളിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇപ്പം ആദ്യം തന്നെ നമുക്ക് ആറ്റംസിലേക്ക് പോകണ്ട. അതിന് മുന്നിൽ കിടക്കുന്ന ഒരാളുണ്ടല്ലോ, മോളിക്യൂള്. ഈ മോളിക്യൂൾ എന്താണെന്നറിയോ? മോളിക്യൂൾ ആർ എ പാർട്ടിക്കിൾ വിച്ച് ഷോ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റ്. ഓക്കെ, ഇവിടെ ശരിക്കും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസ് എടുക്കാം. ആ ഒരു സബ്സ്റ്റൻസിലെ എല്ലാ പ്രോപ്പർട്ടീസും ഓൾ പ്രോപ്പർട്ടീസും ഉള്ള ഒരു സ്മോൾ യൂണിറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മളൊരു സബ്സ്റ്റൻസ് എടുക്കുക. ആ ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള ഒരു സ്മോൾ യൂണിറ്റ് ഉണ്ടായിരിക്കും. അതാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. എന്താണ്? ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള ഒരു ചെറിയ യൂണിറ്റ് ഉണ്ടായിരിക്കും. അതാണ് നമ്മളുടെ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മോളിക്യൂളിൻ്റെ ഉള്ളിലാണ് ആറ്റം ഉള്ളതെന്ന്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മോളിക്യൂൾ വെച്ചിട്ടാണ് ആറ്റംസ് ഉണ്ടാക്കുന്നത്. എന്താണ്? ഇത് നമുക്ക് കൺഫ്യൂഷൻ വരരുത്. മോളിക്യൂൾസ് വെച്ചിട്ടാണ് ആറ്റംസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് ഷുഗറാണ്. എനിക്ക് ശരിക്കും നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി കൊണ്ടുവന്നാണ് ഷുഗർ. ഓക്കെ, നിങ്ങളിങ്ങനെ ആലോചിക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ഷുഗറിന് എന്തായാലും ഒരു കെമിക്കൽ ഫോമുല ഉണ്ട്. നമുക്ക് കാണുമ്പോൾ ഒരു ഷുഗറിൻ്റെ ലുക്കില്ല അല്ലേ? ഇത് ഷുഗറാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഷുഗർ എന്ന് എഴുതിയിട്ടില്ല, ഇത് ഷുഗറാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു കെമിക്കൽ ഫോമുല ഉണ്ടാവും. എന്താണ് നിങ്ങൾക്കറിയോ? എന്താണ് നമ്മളുടെ മാംഗോയുടെ കെമിക്കൽ ഫോമുല എന്നറിയോ? അറിയണവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. സോറി, മാംഗോ അല്ല, ഷുഗറിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് വെച്ചാൽ അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കെമിക്കൽ ഫോമുല എന്താണെന്ന് വെച്ചാൽ C12H22O11 ആണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ കെമിക്കൽ ഫോമുല. നമ്മളെ ഷുഗറാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇതിന്മേ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഷുഗറാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വാട്ടർ മോളിക്യൂൾ എടുക്കാം. ഇപ്പം നമ്മൾ ഷുഗർ മോളിക്യൂളിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ കെമിക്കൽ ഫോമുല പറഞ്ഞു. ഇനി വാട്ടർ മോളിക്യൂളിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്
ആൻഡ് ദെൻ ഇനി ഇതെന്താണെന്ന് ചെറിയ സംശയം കാണും. ഇത് ഇനി വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട, ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് കട്ടകളാണ്. ആൻഡ് ദെൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗ്ലൂക്കോസ് പൊടിയെ പറ്റി, പൗഡറിനെ പറ്റി അറിയാമായിരിക്കും. അത് നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാനായിട്ട്. അങ്ങനെയാണോ നമ്മുടെ ഷുഗറിൻ്റെ പോലെ അല്ല എന്തായാലും. പക്ഷേ ഏകദേശം അവരുടെ അടുത്തു കൂടിയാണ് ആര് പോയിട്ടുള്ളത്, ഈ കെമിക്കൽ ഫോമുല പോയിട്ടുള്ളത് കേട്ടോ. ഷുഗറിൻ്റെത് എന്താണ് C6H12O6 ആണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ വാട്ടർ മോളിക്യൂളിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെമിക്കൽ ഫോമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. H മീൻസ് ഹൈഡ്രജൻ ആണ്, O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്. ഇനി നമ്മൾ ഷുഗറിൻ്റെ നോക്കുകയാണെങ്കിൽ C കാർബൺ, അതേപോലെ തന്നെ H ഹൈഡ്രജൻ, O ഓക്സിജൻ. ഓക്കെ, ഇനി നമ്മൾ ഗ്ലൂക്കോസിൻ്റെ അത് നോക്കുകയാണെങ്കിൽ C കാർബൺ ആൻഡ് H ഹൈഡ്രജൻ, O ഓക്സിജൻ. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നുണ്ടോ? അതായത് നമ്മുടെ ഷുഗറിൻ്റെതും നമ്മളുടെ ഗ്ലൂക്കോസിൻ്റെതും സെയിം ആണ്. ബട്ട് ടേസ്റ്റിൽ വ്യത്യാസമല്ലേ, കാണുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഗ്ലൂക്കോസ് പല രീതികളിലുണ്ട്, അതേപോലെ തന്നെ ഷുഗറും. അപ്പോൾ രീതികളിൽ വ്യത്യാസമുണ്ട്, ഇതിൽ വ്യത്യാസമുണ്ട്. ബട്ട് നമ്മളുടെ കെമിക്കൽ ഫോമുലയിൽ വ്യത്യാസമില്ല. പക്ഷെ എന്നാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരുപോലെയല്ലേ വരേണ്ടത് എന്ന ഡൗട്ടൊക്കെ ഉണ്ടാവും. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഒരിക്കലും നമ്മളുടെ ഈ മോളിക്യൂൾസ് ഒരേ കെമിക്കൽ ഫോമുലയാണെന്ന് വിചാരിച്ച് വരില്ല. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിന് ഒന്നാമത്തെ അതിൻ്റെ റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടാവും. എന്താണ് അതിൽ റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ എലമെൻറ്റ്സ് ഉണ്ട്. അതിലും ഡിഫറൻസ് വരാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ അതിലും ഡിഫറൻസ് വരാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. വാട്ട് ഡസ് മോളിക്യൂൾസ് ടു ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ? എന്താണ് വ്യത്യാസം? നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ എലമെൻറ്റ്സിൽ വ്യത്യാസം വരും. ആൻഡ് ദെൻ നമ്മളുടെ റേഷ്യോ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആറ്റംസിൽ വ്യത്യാസം വരും. അതായത് റേഷ്യോയിൽ വ്യത്യാസം വരും. എന്തായാലും കോൺസ്റ്റിറ്റ്യൂട്ടഡ് എലമെൻറ്റ്സിൽ എന്തായാലും വ്യത്യാസം വരും, നമുക്ക് ഉറപ്പാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റേഷ്യോ പലതിൻ്റെതും പല രൂപത്തിലായിരിക്കും. ആ രീതികളിലാണ് നമ്മൾ കെമിക്കൽ ഫോമുലയെ ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടി നമ്മൾ തോൽപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആരാന്നറിയോ? ആറ്റംസിനെ പറ്റിയിട്ടാണ്. ഈ ആറ്റംസിൻ്റെ ഉള്ളിൽ ആരാണെന്ന് നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഏതൊരു കുത്തിത്തിരി എടുത്താലും അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ആവില്ലേ? നമ്മൾ ആറ്റത്തിൻ്റെ ഉള്ളിലും ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആറ്റത്തിൻ്റെ ഉള്ളിൽ ആരാണുള്ളത്? ന്യൂക്ലിയസ്. ഓക്കെ, ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. ഇത് ക്ലിയർ അല്ലേ? ഇത് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം ആറ്റംസിനെ പറ്റിയിട്ടല്ലേ. നമ്മൾ ആറ്റംസിൻ്റെ ഉള്ളിൽ എന്താണെന്നല്ലേ പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമായിരിക്കും. ഓക്കെ, എന്തായാലും എല്ലാം പഠിക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പാഠം മൊത്തം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് എങ്ങനെ 3 സാധനങ്ങളുണ്ട്. ഇനി പറയുകയാണെങ്കിൽ ഈ 3നെയും കൂടെ ഒരു പേര് വിളിക്കും. നമ്മൾ ഇത് എന്തിൻ്റെ ഉള്ളിലാണുള്ളത്? ആറ്റത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം നമുക്ക് അതിൻ്റെ പേര് വിളിക്കാം സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. വെരി ഈസി, നല്ല എളുപ്പമാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഓക്കെ, ഇനി ഇവിടെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഇത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ 3 കൂടെ വിളിക്കുന്ന പേരാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ആൻഡ് ദെൻ നമ്മൾ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ന്യൂട്രോൺസോ അതിൽ ഒന്നുമില്ല, ഒരു ചാർജും ഇല്ല. അപ്പോൾ എന്താണ്? ചാർജ്ലെസ് ആണത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ല? ഇതൊക്കെ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. ഇനി
നമ്മൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പഠിക്കാൻ പോകുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, ഒരു സയൻറ്റിസ്റ്റ് ഒരു സംഭവം കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഓരോ ഘട്ടമായി എന്തൊക്കെ യൂസ് ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഒരു എക്സ്പീരിമെൻ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പീരിമെൻറ്റ് ആൻഡ് ഡിസ്കവറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പീരിമെൻറ്റ് ആൻഡ് ഡിസ്കവറിംഗ് ഓഫ് ഇലക്ട്രോൺസ്? ഇതാരാണ്? ഇത് ഇത്ര ക്യൂരിയോസിറ്റിയിൽ ആരായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? ഇത് കണ്ടുപിടിച്ചത് വില്യം ക്രൂക്സ് ആണ്. ആരാണ്? വില്യം ക്രൂക്സ് ആണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുള്ളത്. ആരാണ്? വില്യം ക്രൂക്സ് ആണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നമുക്ക് ഓരോ ഘട്ടമായിട്ട് പറയാം. അതായത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ആളെടുത്തത് ഒരു ഗ്ലാസ് ട്യൂബാണ്. ഇത് നിങ്ങൾക്ക് ഗ്ലാസ് ട്യൂബ് പോലെ തോന്നില്ലെങ്കിലും നിങ്ങൾ വിചാരിക്കണം ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കണം ഇതൊരു ഗ്ലാസ് ട്യൂബാണ് കേട്ടോ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഇനി അങ്ങോട്ട് എഴുതി വെക്കില്ല. അപ്പം നിങ്ങൾ ഇത് മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം, ഇത് ഗ്ലാസ് ട്യൂബാണ് കേട്ടോ. ഇനി ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചു, ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചു, ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചു, ഇവിടെ വെച്ചു. രണ്ടിനെയും ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് മെറ്റൽ പ്ലേറ്റ് ആണ്. ഇനി ഞാൻ അത് അടയാളപ്പെടുത്തില്ല കേട്ടോ. ഇനി പറയുകയാണെങ്കിൽ 2 വയർ വെച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്തു, ഒരു ബാറ്ററിയെ കണക്ട് ചെയ്തു. നമ്മളുടെ ഈ ഒരു ബ്ലൂ കളർ എന്തായിരുന്നു മെറ്റൽ പ്ലേറ്റിനെ നമ്മൾ നെഗറ്റീവിലും ആൻഡ് ദെൻ റെഡ് കളർ മെറ്റൽ പ്ലേറ്റിൻ്റെ ഭാഗം വരുന്നത് പോസിറ്റീവിലുമാക്കി. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത് തുടങ്ങാം. അടുത്തതല്ല, ഇത് തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു വയറിന് വേറെ വേറെ പേരുകൾ ഇടാൻ പോവുകയാണ്. ഈ ഒരു വയറിന് നമ്മൾ വേറെ വേറെ പേരുകൾ ഇടാൻ പോവുകയാണ് മക്കളെ. എന്തൊക്കെയായിരിക്കും പേരിടുക? നമ്മളല്ല, ആ സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ. ആ സയൻറ്റിസ്റ്റാണ്. നമ്മളങ്ങോട്ട് സയൻറ്റിസ്റ്റായി കയറണ്ട. ഓക്കെ, കാഥോഡും ആനോഡും ഇങ്ങനെ 2 പേരുകൾ ഇട്ടു. അപ്പോൾ എനിക്ക് തോന്നണ എന്തിനോ വേണ്ടി തൻ്റെ 2 പൂച്ചകൾക്ക് ഇട്ട പേരാന്ന് തോന്നുന്നു. നല്ല രസമുള്ള, നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു പേരാണ്. എനിക്ക് ഈ പേര് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കാഥോഡുണ്ട്, ആനോഡുണ്ട്. ഇവിടെ ഫുൾ ഓൺ എയർ ആയിരിക്കും. എന്തായാലും ഇവിടെ ഫുൾ ഓൺ എയർ ആയിരിക്കില്ലേ? ഇവിടെ മുഴുവനായിട്ട് എയർ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഇവിടെ എന്തായാലും ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. നല്ല ടൈറ്റ് ഫിറ്റിൽ നമ്മുടെ ഗ്യാസ് നിറഞ്ഞിരിക്കുകയായിരിക്കും, തീർച്ചയായിട്ടും നിറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പം അയാൾ എന്ത് ചെയ്തു? ഒരു വാക്യൂം പൈപ്പ് ഇവിടെ ഫിറ്റ് ചെയ്തു. ഇത് വാക്യൂം പൈപ്പ് പോലെ തോന്നില്ലെങ്കിലും ഇത് വാക്യൂം പൈപ്പാണെന്ന് വിചാരിക്കണം. ഇത് വാക്യൂം പൈപ്പ് ഇവിടെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ കുറച്ചായിട്ട് ഇങ്ങനെ പോയി. അപ്പം ഇവിടുത്തെ ഇവിടെ കുറച്ച് ലോ പ്രഷറായി ആൻഡ് ഹൈ ടെമ്പറേച്ചറായി. എന്താണ് ഇവിടെ നടന്നത്? ഇവിടെ എയർ ആണ്, ഇതിനുള്ളിൽ മുഴുവനായിട്ടും എയർ ആണ്. ഇവിടെ ഒരു വാക്യൂം പൈപ്പ് ഫിറ്റ് ചെയ്തപ്പോൾ എന്തായാലും കുറച്ചിട്ടായി പോയി. റീസൺ എന്താണ്? വാക്യൂം പൈപ്പ് അവിടെ ഫിറ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അവിടെ ഫുൾ ഓൺ ഗ്യാസ് നിറഞ്ഞിരിക്കണം, കുത്തിക്കൊള്ളിച്ച് വെച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും നടക്കണില്ല. അപ്പോൾ ഒരു ചെറിയ വാക്യൂം പൈപ്പ് ഇവിടെ ഫിറ്റ് ചെയ്തപ്പോൾ വാക്യൂം പൈപ്പിലൂടെ കുറച്ച് എയർ പോയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ലോ പ്രഷറും ആയി ആൻഡ് ഹൈ ടെമ്പറേച്ചറും വന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ഇവിടെ? ലോ പ്രഷറും ആൻഡ് ഹൈ ടെമ്പറേച്ചറും വന്നു. ഇത്രയും ക്ലിയർ ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? അവിടെ എന്തായാലും പോവാൻ സാധ്യതയുണ്ട്. ബട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോട്ട് ഒന്ന് ജസ്റ്റ് വായിക്കാം. In 1875,
million groups. The physicists conducted experiment by passing electricity at high voltage through the glass tube in which both sides are fixed with metal plates and electrodes. ജസ്റ്റ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിൽ ചെറുതാക്കി ഷോർട്ടാക്കി എഴുതിയതാണ്. ജസ്റ്റ് ഒരു ചെറിയ ക്ലിയർ കുറവുണ്ട് കേട്ടോ, സോറിയേ. അപ്പോൾ എന്നാലും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ഇത്രയും നേരം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആക്കി അതിന് ട്യൂബ്, പിന്നെ മെറ്റൽ പ്ലേറ്റ് വെച്ചു, പിന്നെ ബാറ്ററി വെച്ചു, പിന്നെ പേരിട്ട് നമുക്ക് വാക്യൂം പൈപ്പ് വെച്ചു, എന്നിട്ട് നമ്മൾ അതിന് കാര്യങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ ഇത്രയും ഷോർട്ടാക്കി എഴുതിയത് കേട്ടോ. ജസ്റ്റ് നോട്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം അത് തന്നെയാണ് മക്കളെ. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇതേ സാധനമാണ്, അതായത് നമ്മളുടെ ഇതേ ഗ്ലാസ് ട്യൂബ് തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എവിടെയാണ്? ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദെൻ കളർ വെക്കാനും കുറച്ച് മറന്നിട്ടുണ്ട്. ഞാനിത് കളറിൽ അടയാളപ്പെടുത്താൻ മറന്നുപോയി, സോറി ഫോർ ഇൻകൺവീനിയൻസ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് നമ്മളുടെ ഒരു സൈഡ്, ഇതാണ് നമ്മളുടെ ഒരു സൈഡ്. അപ്പോൾ നിങ്ങൾ ഞാൻ കുത്തുകുത്തിട്ടില്ലേ? സോറി, ഞാൻ മുന്നേ തന്നെ കുത്തുകുത്തിട്ട് വെച്ചതാണ്. ഇവിടെ കുറേ കുത്തുകുത്തുണ്ട്, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ കുറേ കുത്തുകുത്തുണ്ട്. ഇതിനെ നമ്മൾ ഇവിടെ കുറേ കുത്തുകുത്തുണ്ട് എന്നല്ല, ഇവിടെ നമ്മൾ കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുത്തുകുത്തുകളല്ല, ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ. ഇനി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു മെറ്റൽ പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനിങ്ങോട്ട് പാസ് ചെയ്യാൻ എന്ന രീതിക്കാണ് ഇവിടെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഇവിടെ ഒരു മെറ്റൽ വെച്ചിട്ടുണ്ട്, സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സംഭവം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഒരു സിങ്ക് സൾഫൈഡ് എന്തിനാണ് വെച്ചത് എന്നറിയോ? ഇവിടെ എന്തുണ്ടെന്ന് പറയാം, ഇവിടെ ഉള്ള പാർട്ടിക്കിൾസ്, അതായത് ഇവിടെയുള്ള പാർട്ടിക്കിൾസ് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇവിടേക്ക് ഈ ഒരു പാർട്ടിക്കിൾസ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്ലോ ചെയ്യും. എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് അവിടെയുള്ള ഇവിടെ ഗ്ലോ ചെയ്യും. അപ്പോൾ അവിടുത്തെ അവിടെ എന്താണ്, ലോ ടെമ്പറേച്ചറുമാണ്, ഹൈ വോൾട്ടേജുമാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ അല്ല, ലോ പ്രഷറും ഹൈ വോൾട്ടേജുമാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഞാൻ ഇവിടെ ടെമ്പറേച്ചർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, എപ്പോഴാണ് ശ്രദ്ധിച്ചേട്ടാ, സോറി. അപ്പം ഞാൻ ഇവിടെ ലോ പ്രഷർ ആണ്, ഹൈ ടെമ്പറേച്ചർ അല്ല, ഹൈ വോൾട്ടേജ് ആണ് കേട്ടോ. എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ബട്ട് അത് എൻ്റെ മിസ്റ്റേക്കാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക, ഞാൻ നിങ്ങളെ തന്നെ തിരിപ്പിക്കുകയാണ്. ഇവിടെ വരുന്നത് ഹൈ വോൾട്ടേജ് ആണ്, ഹൈ ടെമ്പറേച്ചർ അല്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. ഇപ്പം നമ്മൾ എവിടെ എത്തി? യെസ്, ഓക്കെ. അപ്പം ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇവിടുത്തെ പാർട്ടിക്കിൾസ് റേഡിയേറ്റ് ചെയ്യും. അപ്പം ഇവിടെ എന്തായാലും ഒരു ഗ്ലോ നടക്കും. ഇവിടുത്തെ പാർട്ടിക്കിൾസ് റേഡിയേഷൻ ചെയ്യും, അപ്പം ഇവിടെ എന്തായാലും ഗ്ലോ നടക്കും. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈ വോൾട്ടേജ്, അതാണ് കേട്ടോ, ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പം എന്താവും? ഇവിടെ ലോ ടെമ്പറേച്ചർ ആവും, ഹൈ വോൾട്ടേജ് ആവും. ഇവിടെ ലോ ടെമ്പറേച്ചർ ആവും, ഹൈ വോൾട്ടേജ് ആവും. ഓക്കെ, വോൾട്ടേജ് ആവും. അപ്പം എന്ത് നടക്കും മക്കളെ? ഇവിടെ ഒരു റേഡിയേഷൻ നടക്കും. ഇവിടെ ലൈൻ ആയിട്ട് ഇങ്ങനെ പോയി ഇവിടെ കുഞ്ഞു ഗ്രീൻ ലൈറ്റ് വന്ന് തുടങ്ങും. അവിടെ ഇങ്ങനെ ഗ്ലോ ചെയ്യും. എന്ത് ചെയ്യും? ഗ്രീൻ ഗ്ലോ ആവും. ഇവിടെ ഒരു ഗ്രീൻ കളർ ഗ്ലോ. ഇത് ഗ്ലോ ആണെന്ന് വിചാരിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ്. ഇവിടെ എന്ത് ചെയ്യും? ഒരു ഗ്രീൻ ഗ്ലോ വരും. ഓക്കെ, ക്ലിയർ ആയില്ലേ?
ഇവർ കൂടി പാസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പേരുണ്ട്. ഇത് പാസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നമ്മൾ ഇതിന് കുറച്ച് പേരിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആനോഡും കാഥോഡും. അപ്പം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്ത് മറക്കരുത്? ഇതൊരിക്കലും മറക്കരുത്. ഈ പൊസിഷൻ എവിടെയാണ്? ഇത് കാഥോഡാണ്. അപ്പം കാഥോഡ് റേസ് വളരെ ഈസിയാണ്. ഇത് നമ്മൾ എന്ത് പേരിട്ടു? കാഥോഡ് റേസ് എന്ന് പേരിട്ടു. ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൻ്റെ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു നോട്ട് നോക്കാം. എയർ ഈസ് എൻ ഇൻസുലേറ്റർ, ഇലക്ട്രിസിറ്റി ഡസ് നോട്ട് പാസ് ത്രൂ ദ എയർ. ഇൻ വന്നിട്ടുണ്ട് അല്ലേ? സോറി, 2 ഇൻ വന്നിട്ടുണ്ട്. എൻ്റെ ഫുൾ മിസ്റ്റേക്ക് ആണല്ലോ. 2 ഇൻ വന്നിട്ടുണ്ട്. ഇൻ ദ ട്യൂബ് അറ്റ് നോർമൽ പ്രഷർ. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഞാൻ ഒന്നും കൂടി പറഞ്ഞെന്നുള്ളൂ. ആ ഒരു ട്യൂബിലൂടെ നോർമൽ പ്രഷർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം. ബട്ട് വെൻ ട്യൂബ് വാസ് evaporated, granulated, it was see the electricity pass through it. അതായത് ഇലക്ട്രിക് ഡിസ്ചാർജ്. When a perfectible positive node was used, the light green glow as observed on the zinc surface, coated glass well behind it. ഇനി അടുത്തത്, സയന്റിസ്റ്റ് കണ്ടക്റ്റഡ് മോർ എക്സ്പെരിമെന്റ് ഓൺ കാഥോഡ് റേസ് ആൻഡ് ഐഡന്റിഫൈ ദർ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, അതിലില്ല. ഓക്കെ, സയന്റിസ്റ്റ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അദ്ദേഹം കാഥോഡ് റേസ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാഥോഡ് റേസിൻ്റെ എന്താണ്, അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം എന്താണ് ഇവിടെ ശരിക്കും പറഞ്ഞു വരുന്നത്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ കാഥോഡ് റേസിനെ കണ്ടുപിടിച്ചു. എന്താണ്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ കാഥോഡ് റേസിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി ഇത്രയുമാണെന്ന് തോന്നുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. യെസ്, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതാക്കുന്നത്. നാളെ നമ്മളെ ഈ കാഥോഡ് റേസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കും കേട്ടോ. ചെറിയൊരു ഹാങ് ആണ്, കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.